ഈ ഉത്തർപ്രദേശ് എപ്പോഴും ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് സംസ്ഥാനം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ. കാരണം BJPയുടെ കൈകളിൽ ആ സംസ്ഥാനം വളരെ ഭദ്രമായി മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പലർക്കും UP ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവിടെ UPയിൽ ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹിന്ദു വിഭാഗം തെരുവിലാണ്. എന്താണ് അവിടെ? അപ്പം ഇപ്പം സാറ് ചോദിച്ചതുപോലെ ഇവിടെ ഈ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആ വിഷയം എന്ന് പറയുമ്പോൾ അത് ഹിന്ദുവിനെതിരായിരിക്കണം, BJPക്ക് എതിരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചില അജണ്ടകളുണ്ട്, ആ വിഷയമേ ഇവിടെ കത്തിക്കത്തുള്ളൂ. അപ്പോൾ UPയിൽ ഈ ഇത്തരത്തിൽ UP കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ UPയിലെ ഒരു പ്രദേശത്ത് ഈ ബക്കീര പോലീസ് സ്റ്റേഷൻ ഭാഗത്ത്, മനസ്സിലായില്ലേ, സൺ കബീർ നഗർ, ഈ സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നം. അതായത് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയാണ് പെൺകുട്ടിയുടെ അമ്മാവൻ, ഈ ഒരു മുസ്ലിം യുവാവാണ് മോശമായിട്ട് വരുന്നത്. പെൺകുട്ടിയുടെ അമ്മാവൻ ഇത് ചോദ്യം ചെയ്തതിനെ കൊണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മാവനെ കഴുത്തറുത്തു. ആനന്ദൻ എന്നാണ് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ആളുടെ പേര്, പെൺകുട്ടിയുടെ അമ്മാവൻ്റെ പേര്. പ്രതി നാസിർ അലി. അതായത് ഇതിനെപ്പറ്റി വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഭീകര ആക്രമണത്തിൻ്റെ ശൈലി തന്നെയാണ്. അപ്പോൾ തന്നെ ഉടനെ തന്നെ UPയിലെ ബുൾഡോസറൊക്കെ വന്ന് കെട്ടിടങ്ങളും ഒക്കെ പൊളിച്ചു കളഞ്ഞെങ്കിലും ഇത് ദളിത് പെൺകുട്ടിയാണ്, മനസ്സിലായി. ഈ ദളിത് പെൺകുട്ടിയെയാണ് ഈ പറയുന്ന മുസ്ലിം യുവാക്കൾ വളരെ ശല്യം ചെയ്യുകയും ആ ശല്യം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചതിൻ്റെ കാരണത്താൽ ഈ പെൺകുട്ടിയുടെ അമ്മാവനെ പരസ്യമായിട്ട് കഴുത്തറുത്ത് കൊല്ലുന്ന ഒരവസ്ഥ, ഇത് വ്യാപകമായിട്ട് അവിടെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം വാർത്ത വരുന്നത്. ഈ വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ സാർ ഇത് കണ്ടു? ഇല്ല, വാർത്ത ചർച്ച ചെയ്തു. ഇതുപോലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരിടത്ത് അത് വഷളാവാൻ നേരം അവിടെ വഷളാക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ഓരോ ദിവസവും ഫീച്ചർ ചെയ്ത് തുടങ്ങിയത്. ഇതുപോലെ തന്നെയായിരുന്നല്ലോ പശ്ചിമ ബംഗാളിൽ ഈ പറഞ്ഞ ഷാജഹാൻ ഷേഖ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു പ്രദേശത്തെ മൊത്തവും സ്ത്രീകളെ വിളിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും എന്നിട്ട് പാർട്ടി ഓഫീസിലിട്ട് ആ ബാക്കിയുള്ളവർക്ക് ആവശ്യം പോലെ, അതായത് ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോവുക, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വിടുക, ഇഷ്ടമുള്ളവർക്കെല്ലാം പാർട്ടിക്കാർ മൊത്തം ബലാത്സംഗം. ഈ വിഷയം ഇവിടെ ആരെങ്കിലും അന്ന് മാധ്യമത്തിൽ ചർച്ച ചെയ്തായിരുന്നു? നമ്മളെപ്പോലുള്ള മീഡിയാസ് ഇത് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചർച്ച ചെയ്ത് അവസാനം ഇത് ചർച്ചയായി വിഷയമായി മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നതിന് തോന്നി ദേശീയ മാധ്യമങ്ങൾ ഇടപെട്ടു. ചർച്ച ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്തത്. അതുപോലെയാണ് UPയിലെ ഈ വിഷയം. UPയിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ദളിതന് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇവിടെ എന്തൊരു പൊക്കിപ്പിടിച്ചോണ്ടാ വരുന്നത്. മാത്രമല്ല, ആ ദളിതൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ പുറകിൽ ആദ്യം അന്വേഷിക്കുന്ന ഹിന്ദുവാണെന്ന് അന്വേഷിക്കും, രണ്ടാമത് അന്വേഷിക്കുന്ന ഹിന്ദുവിനകത്ത് സവർണനാണോന്ന് അന്വേഷിക്കും, പിന്നെ അവർ അന്വേഷിക്കുന്ന അതിനകത്ത് ഞാൻ BJP പൊക്കിയെന്ന് പറയും BJP ആണോന്ന് അന്വേഷിക്കും. അതേ രീതിയിൽ ഒരു അജണ്ട, മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ ഇതിനകത്ത് ദളിതനെ ഉപദ്രവിച്ചു, ശരിയാണ്, ദളിത് പെൺകുട്ടിയെ ഉപദ്രവിച്ചു, അതിനകത്ത് അത് മരിച്ചത് ദളിതനാണ്, കൊന്നതാര അവിടുത്തെ മുസ്ലിം ഭീകരവാദിയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കകത്ത് വരാത്തത്. അവിടെ യോഗി അന്നേരം ഇടപെട്ടു. യോഗി അവിടെ കോടതിയെ നോക്കിയില്ല, പോലീസിനെ നോക്കിയില്ല, ഇവന്മാരുടെ കട ഉൾപ്പെടെ ഉള്ളത് ബുൾഡോസർ വെച്ച് അയാൾ അടിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് അവിടെ ലാത്തിച്ചാർജ്. പക്ഷെ ജനം ഭയങ്കര പ്രശ്നത്തിലാണ്. ജനം ഈ പറയുന്നത് പോലെ പല്ലിന് പല്ല് എന്നുള്ള ഒരു സമീപനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ജനം ഇളകി നിൽക്കുകയാണ്. അന്വേഷണം വളരെ കൃത്യമായിട്ട് ക്രിയാത്മകമായിട്ട് ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് യാതൊരു കോംപ്രമൈസും നടത്താത്ത മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയാണ് ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവിടുത്തെ യോഗിയോട് അവർക്ക് ബോധ്യമുണ്ടായിട്ട് പോലും അവിടുത്തെ ആൾക്കാർ, അതായത് ഈ ദളിതർ ഹിന്ദുക്കൾ സംഘടിച്ച് അവിടെ അവർക്ക് ഉപദ്രവം ഉണ്ടായ ഇടത്തെ പ്രദേശത്ത് കയറി അവർക്ക് കിട്ടിയ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു പ്രശ്നം വളരെ ദിവസം കൊണ്ട് നിൽക്കുകയാണ്. പോലീസ് ഇടപെട്ടിട്ട് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിൽക്കുകയാണ്. അതായത് ഇതുണ്ടാക്കിയേക്കുന്ന മുറിവ് അത്രയ്ക്ക് വലുതാണ്. എന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത് വാർത്തയാവുന്നില്ല. കാരണം ഈ നേരെ തിരിച്ച് ഈ ദളിത് പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഏതെങ്കിലും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും, നേരത്തെ അറിയാമല്ലോ UPയിൽ ഒരു വിഷയം ഇവിടുന്ന് ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമപ്രവർത്തകൻ മലപ്പുറത്തു നിന്നുള്ള കാപ്പൻ ഉൾപ്പെടെയുള്ളവരെ റിപ്പോർട്ട് ചെയ്യാനും
കുഴപ്പമുണ്ടാക്കാനും ചെയ്യും. അത് രണ്ട് വിഭാഗങ്ങൾ അവിടെ ഒരു രണ്ട് മുന്തിയ സമുദായവും ദളിത് സമുദായവും തമ്മിൽ ഒരു വീടിനെ ആക്രമിക്കുന്ന അതൊരു വലിയ ഇന്ത്യ കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അത് കത്തിക്കുന്നതിന് വേണ്ടി PFIക്കാരനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉൾപ്പെടെ ഇസ്ലാമിസ്റ്റുകളും അതിന്റെ പുറകിലുണ്ടായിരുന്നെന്ന് യോഗി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അത് ആരാ നോക്കിയപ്പം ഇവിടുന്ന് കേരളത്തിൽ നിന്നാണ് ചെല്ലുന്നത്. കേരളത്തിൽ നിന്നാണ് ഇത് കത്തിക്കാൻ ചെല്ലുന്നത്. അതിന്റെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളായിരുന്നു അന്ന് ഈ കാപ്പൻ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ. ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അന്ന് പല ആൾക്കാരും പറഞ്ഞല്ലോ കാപ്പൻ കുഴപ്പമില്ല, അയാൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാ, അയാൾ അങ്ങനെ UP-യിലായതുകൊണ്ട് പിടിച്ചതാ, യോഗി ആയതുകൊണ്ട് പിടിച്ചതാ. ഇപ്പോഴും കാപ്പന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാപ്പൻ ഇടവും വലവും തിരിയാൻ പറ്റത്തില്ല. കാപ്പൻ ഇടവും വലവും തിരിയാൻ നമ്മൾ ആനയ്ക്ക് ചിപ്പ് കളിപ്പിച്ചില്ല പണ്ട് കാട്ടി വിട്ടില്ലയോ? അതുപോലെ കാപ്പൻ എങ്ങോട്ട് തിരിഞ്ഞാലും, കാപ്പൻ ഏത് ഫോൺ ചെയ്താലും, കാപ്പൻ എന്ത് പ്രശ്നം കാണിച്ചാലും കാപ്പന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അറിയുന്നതിനും വേണ്ടുള്ള സംവിധാനത്തോടു കൂടിയുള്ള നിരീക്ഷണം ഇപ്പോഴും ഇടപെടണം. അപ്പൊ അന്ന് അത് PFIക്കാരനായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പീഡനം അവിടെ നടന്നു. ആ പീഡനം അവിടെ നടന്നത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നോക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഒക്കാത്ത തലത്തിലേക്ക് അതൊരു വർഗീയ കലാപം ആക്കാൻ അല്ലെങ്കിൽ രണ്ട് ദളിതനെ ഇറക്കി വിട്ട് ആ UP കത്തിക്കാൻ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണം കൈകാര്യം ചെയ്യിക്കാൻ നിൽക്കുന്ന അതേ UP തന്നെ സാറേ ഒരു ദളിതനെ പെൺകുട്ടിയെ ഉപദ്രവിച്ചെടുത്ത് അത് ചോദ്യം ചെയ്ത അവരുടെ അമ്മാവനെ കൊന്നിട്ട് ആർക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്താ അതേ അന്ന് കൈകാര്യം ചെയ്ത് അതേ രീതിയിൽ ഇപ്പൊ കൈകാര്യം ചെയ്ത് അത് കൃത്യമായ മാധ്യമങ്ങൾക്ക് പോലും കൃത്യമായ അജണ്ടയുണ്ട്. അതായത് മാധ്യമങ്ങളൊന്നും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല നടത്തുന്നത്. ഇപ്പൊ യോഗി ശരിയോ തെറ്റോ, യോഗി ശരിയാങ്കിൽ ശരിയാന്ന് തന്നെ പറയണം, യോഗി തെറ്റാങ്കിൽ തെറ്റാന്ന് പറയണം. ഇപ്പൊ ഇവിടുത്തെ ആയാലും അല്ല ഹിന്ദു ശരിയാണെങ്കിൽ ഹിന്ദു ശരിയാന്ന് പറ, മുസ്ലിം ശരിയാണെങ്കിൽ മുസ്ലിം ശരിയാന്ന് പറ. അല്ലെങ്കിൽ ഹിന്ദു എത്ര ശരിയായാലും അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും, അല്ലെങ്കിൽ മുസ്ലിം എന്ത് ചെയ്താലും ആ ശരികേട് കാണാതെ പോകുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ പ്രവർത്തനമൊക്കെ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നത് ചില തിട്ടൂരമനുസരിച്ചാണ്, ചില അജണ്ടകളെ അനുസരിച്ചാണ്, ചിലരുടെ ഫണ്ട് മേടിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കേരളത്തിലെ പല മാധ്യമങ്ങളും നമ്മളിപ്പോൾ നോക്കുമ്പോഴേ പല വാർത്തകളും കൊടുക്കാത്തതിന്റെ കാര്യം മനോരമ ഉൾപ്പെടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അടുത്താണ്ട് ഇവിടത്തേക്ക് പരസ്യം ഉണ്ടല്ലോ, അതെടുത്തതിൻ്റെ തരത്തില്ല. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വലിയ വലിയ വ്യവസായികളുടെ മറ്റേതിൻ്റെയൊക്കെ പരസ്യം ഈ പറയുന്നത് പോലെയുള്ള ആൾക്കാരുടെ. അപ്പോൾ അത് വിളിച്ചു പറയുന്നുണ്ട്, അവരാരും എഴുതത്തില്ല. കാരണം ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമൊന്നുമല്ലല്ലോ, ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയും കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെ ആണല്ലോ ഇപ്പോൾ മനോരമ പോലുള്ള പത്രവും അല്ലെങ്കിൽ മറ്റു പല പത്രങ്ങളും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലുടനീളം പരിശോധിക്കുമ്പോൾ ഈ പല മാധ്യമങ്ങളും നമ്മൾ പേരൊക്കെ കേൾക്കുമ്പോൾ ദ ഹിന്ദു അല്ലെങ്കിൽ ആ ഹിന്ദുവിനെ പലൊക്കെ ഉണ്ടെങ്കിലും മാതൃഭൂമി എന്നൊക്കെ പല പേരുകളും ഒക്കെ വരുന്നെങ്കിലും ഇത് പലരും കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പണവും ഫണ്ടും പരസ്യവും ഒക്കെ കൊടുക്കുന്നതൊക്കെ മറ്റു ചിലരായതുകൊണ്ട് അതിനകത്ത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആവശ്യമുള്ളത് ഞങ്ങൾ പറയുന്നതൊക്കെ എഴുതിയാൽ മതി, ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതിയാൽ മതി. അതിനപ്പുറം ഒരു എഴുത്ത് വന്നാൽ നാളെ കാലത്തെ പത്രം അടിക്കണോ വേണ്ടായോ എന്ന് പോലും ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിരട്ടൽ അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് ഈ വാർത്തയൊന്നും നമ്മൾ പറയാതെ ലോകം അറിയുന്ന ഒരവസ്ഥയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.